വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശ സീതയെ കാണുകയാൽ സന്നദ്ധൈരേണ വനമാർഗ്ഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനരുൾ ചെയ്താൻ, വക്ഷസീവദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്നൊരു സത്വമിതം. ലക്ഷ്മണ, കണ്ടായു നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും. പക്ഷി മൃഗവുമില്ലത്രയും ചിത്രം ചിത്രം വക്ഷസി വക്ത്രം കാലും തലയുമില്ലതാനും. രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽഭുജ മധ്യസ്ഥന്മാരായത് കുമാര നാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാലത് വരം. രാഘവനേവം പറഞ്ഞിടിനന്തരമാകുലമകന്നോരു ലക്ഷ്മണൻ ഉര ചെയ്താൻ. പോരും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ച് ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ മാമകരം ഛേദിച്ചാൻ. അതുനേരം രക്ഷോ വീരനുമതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ട് ചോദിച്ചാൻ ഭയത്തോടെ, മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി പുവനത്തിങ്കൽ ആരുണ്ടായില്ലതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങൾ ആരുവരുന്ന സൽപുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാൻ. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്ത് നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചോദിച്ചു. ഉടൻ ഉത്തരമരുൾ ചെയ്തു, കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം. രാമനെന്നല്ലോ നാമം, സോദരനുമന്മോ ലക്ഷ്മണനെന്ന് നാമം. സീതയെന്നുണ്ടുമോ ഭാര്യയായൊരു നാരി. പോയത് ഞങ്ങൾ നായാട്ടിനതു നേരം ആദി മായാവിനിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൽ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞുനടക്കുമ്പോൾ കാണായി നിന്നെ അതി ഭീഷണവേഷത്തോടും പാണികൾ കൊണ്ട് തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനെ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകെന്ന് രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനം, നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിന്തിരുവടി തന്നെ മുന്നിലാം മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനകം. രൂപ യൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി. സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ട് ഞാൻ അപഹസിച്ചത്. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ള ഒരു രാക്ഷസനായി പോകുന്നാൻ. ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുന്നാൾ. വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസശാപം കൊണ്ട് രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞെടുത്തേൻ അതിരൂഷ. ശതകോടിയാൽ തലയെറുത്തു ശതമഹൻ. വജ്രമേറ്റിയിട്ടും മമ വന്നീല മരണമതച്ച സംഭവൻ. മമ തന്നോരു വരത്തിനാൽ വത്യനല്ലായിക മൂലം വൃത്തിക്ക് മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്ക്. ശക്രാജ്ഞ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥനുമായാൽ. വക്ത്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേ നിത്രനാളും. ഉത്തമോത്തമ രഘുനായകാതയാനിധേ വന്യം ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ. പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനീ കുഴിച്ചതിലിന്ധനങ്ങളുമിട്ട് വീതിഗോത്രനെ ജ്വലിപ്പിച്ചത് സൗമിത്രിയം. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുത്തിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്മത സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം. മൂന്നൊരു ചെയ്ത് കുപ്പി തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവശനായി കോൾമയർ കൊണ്ടു ഗദ്ഗദാക്ഷര വാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ.